ഹായ് വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 59 വരുന്ന 4 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. In the picture, bisectors of adjacent angles of the quadrilateral ABCD intersect at PQRS. അതായത് തന്നിരിക്കുന്ന കോഡ്ലാറ്ററൽ ABCDയുടെ ബൈസെക്ടേഴ്സ് ആണ്. എയിൽ നിന്ന് വരച്ച ബൈസെക്ടർ ആണ്, ബിയിൽ നിന്നുള്ള ബൈസെക്ടർ, സിയിൽ നിന്നുള്ള ബൈസെക്ടർ, ഡിയിൽ നിന്നുള്ള ബൈസെക്ടർ. ഈ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് കിട്ടിയ പോയിന്റ്സ് ആണ് PQRS എന്ന് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് PQRS is a cyclic quadrilateral. ഒരു സർക്കിൾ ഉള്ളിൽ കാണുന്നുണ്ട്. ഈ സർക്കിളിലെ പോയിന്റ്സ് ആണ് പിയും ക്യൂവും ആറും എസ് എങ്കിൽ PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനു വേണ്ടി തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ABCDയിൽ ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആംഗിൾസിനെയും നമുക്ക് ഫസ്റ്റ് അസ്യൂം ചെയ്യാം. ലെറ്റ് ആംഗിൾ A is equal to A degree, B is equal to B degree, C is equal to C degree and D is equal to D degree. 4 ആംഗിൾസിൻ്റെയും മെഷർമെന്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ എയിൽ നിന്നുള്ള ബൈസെക്ടർ ആണ് ഇത് എന്ന് പറഞ്ഞു. നമുക്കറിയാം ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ആംഗിളിനെ ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് അർത്ഥമാക്കുന്നത്, അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് ഒരു ബൈസെക്ടർ വരച്ചു എന്നുള്ളതിന്റെ മീനിങ് ആംഗിൾ എ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് A ഡിഗ്രി ആണ്, ടോട്ടലായിട്ട് A ഡിഗ്രി എങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് A/2 ഡിഗ്രി ആണെന്നും ഇതും അതേപോലെ തന്നെ A/2 ഡിഗ്രി ആണെന്ന് കിട്ടും. ദെൻ ബി ഡിഗ്രി ഉള്ള ആംഗിൾ ബി രണ്ട് ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് കട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇത് ബി ഡിഗ്രിയും ഇതും ബി ഡിഗ്രി ആയിട്ട് കിട്ടും. ദെൻ സിയിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾ ദാറ്റ് മീൻസ് ബൈസെക്ടർ സി ഡിഗ്രി ആംഗിൾ C/2 ഡിഗ്രി C/2 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെയും അതുപോലെ C/2 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ആംഗിൾ ഡിയിൽ നിന്ന് ഡി ഡിഗ്രി മെഷർമെന്റോട് കൂടി ഒരു ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് 2 ആംഗിൾസ് ആർ ഈക്വൽ ടു D/2 ഡിഗ്രി. ശരിയല്ലേ? അതായത് ഓരോ ആംഗിൾസിന്റെയും ആദ്യം ഉണ്ടായിരുന്ന ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസ് A ഡിഗ്രി B ഡിഗ്രി C ഡിഗ്രി D ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അത് ആ 4 ആംഗിൾസിലൂടെയും ബൈസെക്ടർ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് A/2 ഡിഗ്രി A/2 ഡിഗ്രി B/2 ഡിഗ്രി B/2 ഡിഗ്രി C/2 ഡിഗ്രി C/2 ഡിഗ്രി ആൻഡ് ഓൾസോ D/2 ഡിഗ്രി D/2 ഡിഗ്രി. ഇങ്ങനെയുള്ള 8 ആംഗിൾസും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് PQRS എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ സ്പെഷ്യാലിറ്റി ദാറ്റ് മീൻസ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിന്റെ സമ്മ 180 ഡിഗ്രി കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ദേ ആർ സപ്ലിമെന്ററി എന്നുള്ളതിന്റെ അർത്ഥം ആ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ S is equal to 180 ഡിഗ്രി ഓർ ആംഗിൾ P പ്ലസ് ആംഗിൾ R is equal to 180 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനർത്ഥം ആംഗിൾ ക്യൂവും പിയും ആറും എസിൻ്റെയും മെഷർമെൻറ്റ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിലെ കോർണേഴ്സിൽ വരുന്ന ആംഗിൾസ് നമുക്കറിയുള്ളൂ. പിയും ക്യൂവും ആറും എസും ആംഗിൾസും മെഷർ ചെയ്തെങ്കിൽ മാത്രമേ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്താണെന്ന് നോക്കാനും ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ എന്താണെന്ന് നോക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആംഗിൾ പി കിട്ടാൻ നമുക്ക് ഓരോരോ സൈഡ്സിനായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് CD എന്ന് പറയുന്ന സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? CD
സൈഡ് ബേസ് ആക്കി എടുത്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ആ ട്രയാങ്കിൾ പിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. നമുക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ സം 180 ഡിഗ്രി ആണെന്ന് അറിയാം. അതിനോടൊപ്പം തന്നെ ഇവിടെ രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ്സും അറിയാം. ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗിൾ C/2 ഡിഗ്രിയും ഈ ആംഗിൾ D/2 ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെ? ടോട്ടൽ ആംഗിൾ സം 180 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ P എന്ന് പറയുന്നത് 180 മൈനസ് C/2 പ്ലസ് D/2 ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180യിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ആംഗിൾ ആയിരിക്കും. ശരിയല്ലേ? മൂന്ന് ആംഗിൾസിന്റെയും കൂടിയുള്ള സം അല്ലേ 180. സോ ആംഗിൾ P ഈസ് ഈക്വൽ ടു 180 മൈനസ് C/2 പ്ലസ് D/2 ഡിഗ്രി ആണ് കിട്ടും. ഓക്കെ, ആംഗിൾ പിയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് C/2 പ്ലസ് D/2 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇതേപോലെ തന്നെ അടുത്ത ഒരു ബേസിനെ കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ആംഗിൾ ആണ്, ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു സൈഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ BC എന്ന് പറയുന്ന സൈഡിനെ വെച്ചുകൊണ്ടുള്ള ആംഗിൾ എടുക്കാം. ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. AD എന്ന് പറയുന്ന സൈഡിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കുന്നത് AB എന്ന് പറയുന്ന ഈ സൈഡാണ്. AB എന്ന് പറയുന്ന സൈഡിനെ വെച്ചുകൊണ്ടുള്ള ട്രയാംഗിൾ ഇങ്ങനെയാണ് വരുന്നത്. ശരിയല്ലേ? ABR എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ആണെന്ന് കിട്ടി. ട്രയാംഗിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ള പ്രോപ്പർട്ടിയും ആംഗിൾ A ഈസ് ഈക്വൽ ടു A/2 ആംഗിൾ B ഈസ് ഈക്വൽ ടു B/2 ആണ് എന്നുള്ളതിന്റെ കേസും, ഇത് B/2 ആണ്, ഇത് B/2 ആണ്. ആ ഒരു കേസും കൂടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആംഗിൾ R എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് A/2 പ്ലസ് B/2 ആണെന്ന് പറയാം. ശരിയല്ലേ? സൈഡ് AB ബേസ് ആക്കി എടുത്തുകൊണ്ട് ട്രയാംഗിൾ ABR മേക്ക് ചെയ്യാം. ആംഗിൾ A/2, ആംഗിൾ B B/2 ആണ്. ട്രയാംഗിൾ ആംഗിൾ സം 180 ഡിഗ്രി. സോ ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 മൈനസ് A/2 പ്ലസ് B/2. ഓക്കെ, നമുക്ക് രണ്ട് PQRS എന്നുള്ള Pയും R നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ Pയും R നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് BC എന്ന് പറയുന്ന സൈഡിനെ സംബന്ധിച്ചിടത്തോളം ട്രയാംഗിൾ എന്താണെന്ന് നോക്കാം. BC സൈഡ് BC സൈഡിനെ ബേസ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ ട്രയാംഗിൾ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് BCQ എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ്. BCQ എന്ന് പറയുന്ന ട്രയാംഗിളിൽ ആംഗിൾ B is equal to B/2 ഉം ആംഗിൾ C is equal to C/2 ആണ്. ട്രയാംഗിൾ ആംഗിൾ സം 180 ഡിഗ്രി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് C/2 പ്ലസ് B/2 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടത് ഉള്ളിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ P എന്ന് പറയുന്നത് ഉള്ളിലാണ്, Qവും ഉള്ളിലാണ്, അതേപോലെ തന്നെ Rഉം ഉള്ളിലാണ്, Sഉം ഉള്ളിലാണ്. ആണെങ്കിൽ മാത്രമേ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണ്, സപ്ലിമെന്ററി ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പുറത്തുള്ള ഒരു ആംഗിൾ ആയിട്ടാണ് കിട്ടുന്നത്. 180 മൈനസ് ഓഫ് B/2 പ്ലസ് C/2 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ Q എന്ന് പറയുന്ന ആംഗിളിനെ ഉള്ളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകളുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. സോ ആംഗിൾ Q ഈസ് ഈക്വൽ ടു 180 മൈനസ് ഓഫ് B/2 പ്ലസ് C/2 ആണ് കിട്ടി. ഓക്കെ, ദെൻ AD എന്ന് പറയുന്ന സൈഡിനെ ബേസ് ആക്കി എടുത്തുകൊണ്ട് ഒരു ട്രയാംഗിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ADS എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ട്രയാംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ട്രയാംഗിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടിയും ആംഗിൾ A is equal to A/2 ഡിഗ്രിയും ആംഗിൾ D is equal to D/2 ഡിഗ്രി എന്നുള്ള കേസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആംഗിൾ S എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ഓഫ് A/2 പ്ലസ് D/2 ഡിഗ്രി ആണ് കിട്ടും. സെയിം ഇവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും വരുന്നത്. പുറത്തുള്ള ആംഗിൾ മെഷർമെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് 180 മൈനസ് ഓഫ് A/2 പ്ലസ് D/2 എന്നുള്ളത്. നമുക്ക് വേണ്ടത് ഇന്നർ ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ വരുന്ന ആംഗിൾ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുള്ള കേസ് കൊണ്ട് തന്നെ
ഇവിടെയുള്ള മെഷർമെന്റ് 180 മൈനസ് ഓഫ് a/2 പ്ലസ് b/2 തന്നെ ആയിരിക്കും ഇവിടെയും വരാം. ദാറ്റ് ഈസ് ആംഗിൾ S is equal to 180 മൈനസ് ഓഫ് a/2 പ്ലസ് b/2 ആണ് കിട്ടി. ശരിയല്ലേ? ഇവിടെ നമുക്ക് ആംഗിൾ പിയും ആംഗിൾ ആറും രണ്ട് കേസ് മാത്രം യൂസ് ചെയ്താൽ മതിയായിരുന്നു. ട്രയാംഗിൾ ആംഗിൾസ് 180 ഡിഗ്രിയും ഈ രണ്ട് മെഷർമെന്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പിയും ആറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ബി സി എന്ന് പറയുന്ന സൈഡിനെയും എ ഡി എന്ന് പറയുന്ന സൈഡിനെയും എടുക്കുമ്പോൾ ഈ കോർഡിലേറ്ററിന്റെ പുറത്തുള്ള ആംഗിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വരും. എങ്കിൽ മാത്രമാണ് ക്യൂ ഉള്ളിൽ വരുന്ന ക്യൂ ആംഗിളും എസ് ഉള്ളിൽ വരുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് 4 ആംഗിൾസും കിട്ടി. ശരിയല്ലേ? നമുക്ക് വേണ്ടത് പി ക്യു ആർ എസ് എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിലേറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് പിയും ആറും. ഇവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററൽ ആണ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. 180 ഡിഗ്രി മൈനസ് ഓഫ് c/2 പ്ലസ് d/2 പ്ലസ് 180 മൈനസ് ഓഫ് a/2 പ്ലസ് b/2 എന്ന് പറയുന്നത് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററൽ ആവുള്ളൂ. അപ്പോൾ നമുക്ക് സം ചെയ്ത് നോക്കാം. ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ത് വരും എന്നുള്ളത് സം ചെയ്യാം. ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 മൈനസ് c/2 plus d/2 plus 180 minus a/2 plus b/2. ഓക്കെ, ബ്രാക്കറ്റ് വരും. ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ മൈനസിന്റെ സിമ്പൽ ഉള്ളിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. മൈനസ് ഓഫ് പ്ലസ് c/2 ദാറ്റ് ഈസ് മൈനസ് c/2 എന്ന് വരും. മൈനസ് ഓഫ് പ്ലസ് d/2 ദാറ്റ് ഈസ് മൈനസ് d/2 എന്ന് വരും. ഓക്കെ, ദെൻ 180 മൈനസ് ഓഫ് a/2 പ്ലസ് b/2 ദാറ്റ് ഈസ് മൈനസ് പ്ലസ് a/2 ദാറ്റ് ഈസ് മൈനസ് a/2 മൈനസ് പ്ലസ് b/2 ദാറ്റ് ഈസ് മൈനസ് b/2. സോ we can write minus a/2 minus b/2. Okay, that is angle P plus angle R is equal to 180 minus c/2 minus b/2 plus 180 minus a/2 minus b/2 എന്നത് നമുക്ക് കമ്പൈൻ ചെയ്യാം. 180 plus 180 that is equal to 360 ആണ്. Then a/2 plus b/2 a/2 minus b/2 minus c/2 minus d/2 കോമൺ ആയിട്ട് വരുന്നതാണ് മൈനസ് 1/2 എന്നുള്ളത്, അല്ലെങ്കിൽ മൈനസ് ഓഫ് a/2 plus b/2 plus c/2 plus d/2. എന്താണ് ചെയ്തത്? 180 കൂടി ജോയിൻ ചെയ്തു 360. ബാക്കി വരുന്ന എല്ലാ ടേംസിലും മൈനസ് കോമൺ ആണ്. സോ മൈനസ് ബ്രാക്കറ്റിന് പുറത്തോട്ട് എടുക്കുന്നു. ബാക്കിയുള്ള ടേംസിനെ ചേർത്ത് എഴുതുന്നു. a/2 പ്ലസ് b/2 പ്ലസ് c/2 പ്ലസ് d/2 പ്ലസ് d/2 എന്നെഴുതി. ഓക്കെ, ദെൻ നമുക്കറിയാം എ ബി സി എന്ന് പറയുന്നത് കോർഡിലാറ്ററൽ എ ബി സിയുടെ ആംഗിൾ മെഷർമെന്റ്സ് ആയിരുന്നു. ഏതൊരു കോർഡിലാറ്ററിൻ്റെയും ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 360 എന്ന്. റീസൺ ഇതാണ്, കോർഡിലാറ്ററൽ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ആയതുകൊണ്ട്. സോ 360 മൈനസ് a plus b plus c plus d is equal to 360 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ ആയിട്ട് 2 ഉണ്ട്. സോ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 360 ബൈ 2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 360 മൈനസ് 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് പിയും ആറും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദേ ആർ സപ്ലിമെന്ററി. ദാറ്റ് ഈസ് quadrilateral PQRS is a cyclic quadrilateral. Okay, then next question. Question idana,
The two circles below intersect at PQ and lines through these points meet the circles at ABCD. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. Picture ഇതാണ്. ഈ പിക്ചറിൽ തന്നിട്ടുണ്ട് A, B, P, Q, C, D എന്ന് പറയുന്ന ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഇവർ മീറ്റ് ചെയ്യുന്ന ഈ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പിയും ക്യൂവും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി എന്ന് പറയുന്ന ഈ വലിയ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, രണ്ട് സർക്കിൾസ് ഉണ്ട്. ഈ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പിയും ക്യൂവും എന്ന് പറഞ്ഞു. രണ്ട് പോയിന്റ്സ് ആയ എ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് ഈ പിയിലൂടെ പാസ് ചെയ്യുന്നു. ബിയിൽ നിന്ന് പോകുന്നത് ലൈൻ ക്യൂവിലൂടെയും പാസ് ചെയ്യുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്സ് ഡിയും സിയുമാണ് എന്ന് തന്നിട്ടുണ്ട്. ഇവരെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ, ദാറ്റ് മീൻസ് എ ബി ഡി സി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത്തും ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത്തും ഈക്വൽ ആണ് എന്നുള്ളതാണ്. The two circles below intersect PQ. പിയും ക്യൂവിലും ഇന്റർസെക്റ്റ് ചെയ്യുന്നു. These points meet the circles. ഇത് ഒരു പോയിന്റ് ചെന്ന് മീറ്റ് ചെയ്യുന്നു. ഈ ലൈൻസിന് ഈക്വൽ ലെങ്ത് ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവര് പാരലൽ അല്ല, പക്ഷെ ഈക്വൽ ലെങ്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ സിയുടെ ലെങ്ത് എന്താണോ അത് തന്നെയാണ് ബി ഡിയുടെ ലെങ്ത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് എന്നുള്ളത്. ദാറ്റ് മീൻസ് എ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ബി ഡിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഒരു ആംഗിളിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ മറ്റേ ആംഗിളും എക്സ് ഡിഗ്രി ആവും. റീസൺ എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇതും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും എക്സ് ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ ആണ് എക്സ് ഡിഗ്രി. പി എന്ന് പറയുന്ന പോയിന്റ് ഒരു ഓൺ ദ സർക്കിളിലെ പോയിന്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എ ബി ക്യു പി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. റീസൺ എന്താണ്? എയും ബിയും ക്യൂവും പിയും എല്ലാം ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ല? ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണെങ്കിൽ ഇത് എക്സ് ആണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എ സി എന്നുള്ളത് കൊണ്ട് തന്നെ 180 മൈനസ് എക്സും ഈ ആംഗിളും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ലീനിയർ പെയർ സം 180 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് എക്സും ഈ ആംഗിളും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. റീസൺ ലീനിയർ പെയർ സം 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് എക്സ് പ്ലസ് എക്സ് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ 180 ഡിഗ്രി കിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ പിയും ക്യൂവും ഡിയും സിയും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ക്യൂ ഡി സി പി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. പി ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എ ബി ഡി സി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് കിട്ടി. ദാറ്റ് ഈസ് 180 മൈനസ് എക്സും എക്സും കിട്ടി. ഇവരെ തമ്മിൽ സം ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 180 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് 180 ഡിഗ്രി ആണ്.
180 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നുള്ളതാണ്. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, എന്താണ് ചെയ്തത്? ആദ്യം രണ്ടും ഒരേ മെഷർമെൻ്റ് ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതെന്ന് എടുത്തു. ഇത് രണ്ടും സെയിം മെഷർമെൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ആയതുകൊണ്ട് ഈ ആംഗിൾ നമുക്ക് സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിച്ചു. ദെൻ ഈ ആംഗിൾ എന്ന് പറയുന്നത് ലീനിയർ പെയർ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എക്സ് ആണെന്ന് കിട്ടി. ദെൻ എഗെയിൻ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി എന്നുള്ളത് വെച്ചിട്ട് 180 മൈനസ് എക്സ് ആണെന്ന് കിട്ടി. ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ഇത് 180 മൈനസ് എക്സും ഇത് എക്സും ആണെങ്കിൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ എ സി ഈക്വൽ ടു ബി ഡി എന്നുള്ള കേസാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ എ സി ഈക്വൽ ടു ബി ഡി എന്ന് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ചർ തന്നിട്ടുണ്ട്. ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെക്ട് ദ മിഡിൽ circle at PQRS. The lines joining them meet the left and right circles at ABCD. Prove that ABDC is a cyclic quadrilateral. അതായത് 3 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ സർക്കിൾസിലെ മീറ്റ് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇനി ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. നെയിം ചെയ്യാം എ ബി പി ക്യു ആർ എസ് ദെൻ സി ഡി. ഇതിൽ എ സി ഈക്വൽ ടു ബി ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് തന്നിട്ടില്ല. പക്ഷെ പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി എന്നുള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 ആംഗിൾസും സെയിം ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പറയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ആംഗിളിനെ എക്സ് ഡിഗ്രിന്നോ വൈ ഡിഗ്രിന്നോ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ ആംഗിളിനെ എക്സ് ഡിഗ്രി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള പോയിന്റ്സ് എല്ലാം നോക്കുമ്പോൾ മനസ്സിലാവും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതായത് എ ബി ക്യു പി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആകുമ്പോൾ 180 ഡിഗ്രിയാണ്. സോ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 180 മൈനസ് എക്സ് ആണ്. ഈ 2 ആംഗിൾസും കൂടി ലീനിയർ പെയർ ആണ്. സോ ഈ ആംഗിൾ എക്സ് ആണ്. ലീനിയർ പെയർസ് ആകുമ്പോൾ 180 ഡിഗ്രി എന്നുള്ളതുകൊണ്ട് ദെൻ പി ക്യു എസ് ആർ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എല്ലാ പോയിന്റ്സും ഓൺ ദ സർക്കിളിലാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആകുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ 2 ആംഗിൾസും കൂടി ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലീനിയർ പെയർ സം 180 ഡിഗ്രി ആണ്. ഇത് 180 മൈനസ് എക്സ് ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എക്സ് ആയിരിക്കും. ആർ എസ് ഡി സി എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം ഓൺ ദി സർക്കിളിലായതുകൊണ്ട് തന്നെ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. സോ ലാർജ് ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള എയും ഡിയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഇവരുടെ സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ആണ്. എക്സും മൈനസ് എക്സും കൂടി ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ളതിൻ്റെ മീനിങ് എ ബി ഡി സി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 7. In the picture, points P, Q, R
are marked on the sides BC, CA, AB of triangle ABC and the circumcircles of triangle AQR and triangle BRP are drawn. M is a point where these circles intersect. Prove that the circumcircle of triangle CPQ also passes through M. അതായത് രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. പിക്ചർ ഇതാണ്. രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. ആ രണ്ട് സർക്കിൾസും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റും രണ്ട് പോയിന്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിൽ സർക്കിൾസ് മീറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റിനെ പാസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ദെൻ എയും ബിയും ആണ് ഈ പോയിന്റ്സ്. സർക്കിൾസ് മീറ്റ് ചെയ്ത പോയിന്റ്സിനെയാണ് ആറും എമ്മും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലാർജ് ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ നെയിം ചെയ്തിട്ടുണ്ട് ABC എന്ന്. ഓക്കെ, ദെൻ രണ്ട് സർക്കിൾസും കൂടി മീറ്റ് ചെയ്ത പോയിന്റ് ആറും എമ്മും ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സർക്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഫസ്റ്റ് സർക്കിളിനെ മാത്രം നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ 6 B ഈ ഒരു മാർക്ക് ചെയ്യുന്ന സമയത്ത് പി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ RBP എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിലെ ഓൺ ദ സർക്കിളിലാണ്. അതായത് മീൻസ് ഫസ്റ്റ് സർക്കിളിൽ വരുന്ന പോയിന്റ്സ് ആണ് ആറും ബിയും പിയും. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിനെ വെച്ചുകൊണ്ട് പുറത്തൂടെ പോകുന്ന ഒരു സർക്കിളാണ് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് സർക്കം സർക്കിൾ ഓഫ് RBP എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെ. ഇനി സെക്കൻഡ് സർക്കിളിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ PQ എന്ന് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ ARQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ഇത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? രണ്ട് സർക്കിളും കൂടി മീറ്റ് ചെയ്തതാണ് ആറിലും എമ്മിലും. ഒരു പോയിന്റിലൂടെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് സർക്കിളിനെ വെച്ചുകൊണ്ട് 3 പോയിന്റ്സ്, ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിൾ ഈ BC എന്ന് പറയുന്ന ലെങ്ത് പാസ് ചെയ്ത് P എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ 3 സൈഡ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ഇത്. സെക്കൻഡ് സർക്കിളിൽ അതായത് ഈ ARQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ഇത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ഫസ്റ്റ് സർക്കിൾ എന്നും സെക്കൻഡ് ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് സെക്കൻഡ് സർക്കിൾ എന്നാണ്. സെക്കൻഡ് ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് സെക്കൻഡ് സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് സർക്കിൾസും പാസ് ചെയ്യുന്നത് M എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇതേപോലെ PCQ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ PCQ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ ഒരു സർക്കം സർക്കിൾ വരച്ചാൽ ആ സർക്കം സർക്കിൾ M എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നും കൂടി പറയാം. RBP എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് ഫസ്റ്റ് വൺ. ARQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണ് സെക്കൻഡ് വൺ. ഈ രണ്ട് സർക്കിൾസും പാസ് ചെയ്യുന്നത് M എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ QPC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ സർക്കം സർക്കിൾ വരച്ചാലും അത് എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? 3 സർക്കിൾസും എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ ഓൾസോ പാസസ് ത്രൂ M എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് CPQവിൻ്റെ സർക്കം സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം Pയും Mഉം Mഉം Qവും.
ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ദാറ്റ് മീൻസ് എം പി സി ക്യൂ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ക്യൂ പി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ആർ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ എന്ന് പറയുന്നത് ഈ 3 പോയിന്റ്സും ഓൺ ദ സർക്കിളിലാണ്. അതേപോലെ തന്നെ ഇവിടെ 3 പോയിന്റ്സ് ഓൺ ദ സർക്കിളിലാണ്. അതേപോലെ തന്നെ ക്യൂ പി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സർക്കിൾ എന്ന് പറയുമ്പോൾ 3 പോയിന്റ്സും സർക്കിളിലാവും. പക്ഷെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് എമ്മിലാണ്. അതേപോലെ തന്നെ ഈ സർക്കിളും എമ്മിലൂടെ പാസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കുന്ന ക്യൂ എം പി സി എന്ന് ദാറ്റ് മീൻസ് ആ 4 പോയിന്റ്സും അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എങ്കിൽ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള എമ്മും പിയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ക്യൂ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ ഇസ് ഈക്വൽ ടു എ ഡിഗ്രി, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ബി ഡിഗ്രി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു സി ഡിഗ്രി എന്ന് അസ്യൂം ചെയ്യുന്നു. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ തേർഡ് ആംഗിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. ഫസ്റ്റ് ആംഗിളും എ ഡിഗ്രിയും സെക്കൻഡ് ആംഗിൾ ബി ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് 180 മൈനസ് എ പ്ലസ് ബി ആണെന്ന് മനസ്സിലാവും. ശരിയല്ലേ? ഈ 2 ആംഗിൾസ് ആണ് എ പ്ലസ് ബി ആണ്. ഇത് 3ഉം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് എ പ്ലസ് ബി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? നോക്കിയാൽ മനസ്സിലാവും. 180 മൈനസ് എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എയും ബിയും പോയിട്ട് നമുക്ക് 180 മാത്രമായിട്ട് കിട്ടും. അപ്പൊ 2 ആംഗിൾസ് എയും ബിയും ആണെങ്കിൽ ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ സി എന്ന് പറയുന്നത് 180 മൈനസ് എ പ്ലസ് ബി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു. ഫസ്റ്റ് സർക്കിളിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എ ബി പി എം ആർ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ദാറ്റ് മീൻസ് ഫസ്റ്റ് സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഇതെല്ലാം ഇതിലുള്ളതായതുകൊണ്ട് സർക്കിളിലെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് ബി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ബി ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ബി ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെയും അതുപോലെ എ ആർ എം ക്യൂ എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ബിക്കോസ് ഓഫ് എ ആർ എം ക്യൂ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ്. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ എ ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എ ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ബി ഡിഗ്രി ആയിരിക്കും. ശരിയായില്ലേ? ദെൻ എം എന്ന് പറയുന്നത് പോയിന്റ്സ് ആണ്. ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടെയുള്ള സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് 360 എന്നുള്ളത്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ 360 ആണ്. ഈ ആംഗിൾ 180 മൈനസ് എയും ഈ ആംഗിൾ 180 മൈനസ് ബിയും ആണെങ്കിൽ 3ഉം കൂടി ചേർത്താൽ 360 കിട്ടണമെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? യെസ്, എ പ്ലസ് ബി ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള എമ്മും സിയും കിട്ടി.
ഇനി ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഓപ്പോസിറ്റ് ആംഗിൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 മൈനസ് എ പ്ലസ് ബി ആണ് ഒരു ആംഗിൾ. ഇവിടെ വരുന്നത് എ പ്ലസ് ബി ആണ്. ഇവര് രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് എ പ്ലസ് ബിയും പ്ലസ് എ പ്ലസ് ബിയും കൂടി ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി വരുന്ന നമ്പർ എന്ന് പറയുന്നത് 180 ഡിഗ്രി മാത്രമാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ സമ്മ 180 ഡിഗ്രി ആണ് കിട്ടി. ദാറ്റ് മീൻസ് ക്യു എം പി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ദാറ്റ് മീൻസ് ക്യു പി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അർത്ഥമാക്കാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. രണ്ട് സർക്കിൾസ് വരച്ചു. ആ രണ്ട് സർക്കിൾസും ആറും എം എന്ന് പറയുന്ന പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നു. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആർ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് ഫസ്റ്റ് വൺ. എ ആർ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് സെക്കൻഡ് വൺ. ഈ രണ്ട് സർക്കം സർക്കിൾസും എമ്മിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ക്യു പി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എം പി സി ക്യു എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനായി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ എമ്മും സിയും സമ്മ 180 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ആംഗിൾസും എയും ബിയുമായി കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഈ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ഈ 4 പോയിന്റ്സും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 180 ഡിഗ്രിയാണ് സമ്മ. അതിന് നമ്മൾ ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എ ആർ എം ക്യു എന്ന് പറയുന്ന ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ ക്വാഡ്രിലാറ്ററലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഈ ആംഗിളും കിട്ടി. 3 ആംഗിൾസിൽ 2 കിട്ടി. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ സമ്മ 360 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എം ആംഗിൾ എ പ്ലസ് ബി ആണ് കിട്ടി. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിനെ തമ്മിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് സമ്മ 180 ഡിഗ്രിയാണ് കിട്ടി. ദാറ്റ് മീൻസ് ബി സി ക്യു എം എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ ക്യു പി സി വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർക്കം സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.